ഡോക്ടർ, ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സോ എന്താണ് റെഗുലർ സൈക്കിൾസ് അല്ലേ? ഇപ്പോൾ ഒരു 20 വയസ്സ് 40 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പ്യൂബർട്ടി അറ്റൈൻ ചെയ്തിട്ട് കുറച്ച് നാളായി കഴിഞ്ഞ ഒരു ഏജ് ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരു 21 to 35 ഡേയ്സിലൊരിക്കൽ ഒരു 2 to 3 days മിനിമം ബ്ലഡ് ഫ്ലോ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ റെഗുലർ സൈക്കിൾ. അപ്പം ആ റെഗുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം എല്ലാ മാസവും ഇന്ന ഡേറ്റിന് വരണം അല്ലെങ്കിൽ 28 ദിവസം കൂടുമ്പം വരണം എന്നില്ല. ഈ ഒരു സൈക്കിൾ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ബട്ട് ചിലവർക്ക് ഹെവി ബ്ലീഡിങ് ആവാം. ഹെവി ബ്ലീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന എന്ത് ബ്ലീഡിങ്ങും ഹെവി ബ്ലീഡിംഗ് ആണ്. ഇപ്പം നമുക്ക് ഒരു ദിവസം ഒരു 8 പാഡ് കൂടുതൽ ചേഞ്ച് ചെയ്യേണ്ടി വരുവാണ്, ക്ലോത്ത്സ് ആയിട്ട് ഒരുപാട് പാസ് ചെയ്യുന്നുണ്ട്, നൈറ്റ് ടൈമിൽ എഴുന്നേറ്റ് നമുക്ക് ഒരുപാട് പാഡ്സ് ചേഞ്ച് ചെയ്യേണ്ടി വരികയാണ്, യു ആർ അൺഏബിൾ ടു ഗോ ടു വർക്ക് ബിക്കോസ് ഓഫ് യുവർ ബ്ലീഡിംഗ്. സോ വാട്ട് എവർ ബ്ലീഡിംഗ് ദാറ്റ് അഫക്ട്സ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ്, ദാറ്റ് ഇസ് എ ഹെവി ബ്ലീഡിംഗ്. റെഗുലർ എന്താണെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി എന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ പലരും വരുന്നത് ഒരു 3 മാസമായി പീരീഡ് ആയിട്ട്, 4 മാസമായി പീരീഡ് ആയിട്ട്, ആൻഡ് ദേ ആർ ഓൾസോ വെരി കംഫർട്ടബിൾ. കാരണം പീരീഡ്സ് വരാത്തതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ട് അവരതിനെങ്ങും ബോദർ ചെയ്യാതെ നടക്കുന്നവരുണ്ട്. ബട്ട് ദാറ്റ് ഇസ് വൺ തിങ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു 2 months കൂടുമ്പോഴെങ്കിലും നമ്മൾക്ക് ബ്ലീഡിങ് വന്നില്ലെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് കഴിച്ചെങ്കിലും ഒരു ബ്ലീഡിങ് വരുത്തിക്കാനായിട്ട് നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം.